നാടിനെ രക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ മനക്കുടി സൗത്ത് 9-ാം വാർഡിലെ ഉണർവ് കുടുംബശ്രീയുടെയും കുസൃതി കൂടാരം ബാലസഭയുടെയും 4ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായവും കൈമാറി. സൗദി അറേബ്യയിലെ ജിസാനിൽ കനത്ത മഴയിൽ വ്യാപക നാശം. മേഖലയിലെ നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു. പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി. തൃശൂർ പുതൂർക്കരയിൽ പുതുക്കിപ്പണിത ജനകീയാരോഗ്യ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഉദ്ഘാടനം നിർവഹിച്ച് പുതൂർക്കര ഡിവിഷൻ കൗൺസിലർ മേഫി ഡെൽസൺ. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. 2024 മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ പുരസ്കാരം വിതുര അഗ്നിരക്ഷാ നിലയത്തിലെ ഗ്രേഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതീഷ് എസിന് ലഭിച്ചു. അരുവിക്കര വെമ്പന്നൂർ സ്വദേശിയാണ് പ്രതീഷ്. സെൽഫി എടുക്കുന്നതിനിടെ 100 അടി താഴ്ചയുള്ള കൊക്കയിൽ വീണ യുവതിയെ രക്ഷപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ സത്താറിലാണ് അപകടം. പൂനെ സ്വദേശിയായ 29-കാരിയാണ് അപകടത്തിൽപ്പെട്ടത്. ഹോംഗാർഡും പർവ്വതാരോഹകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. നെൽകർഷക സമിതിയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ NKSS നെടുമുടി യൂണിറ്റ് തല യോഗം ചേർന്നു. നെൽകർഷകരുടെ നിലനിൽപ്പിനായി എല്ലാം മറന്ന് നെൽകർഷകർ ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടമാണെന്നും രാഷ്ട്രീയത്തിനും മറ്റും സങ്കുചിത താൽപര്യങ്ങൾക്കുമപ്പുറം നെൽകർഷകർ ഒരുമിച്ച് നിൽക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് പറഞ്ഞു. എറണാകുളം പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ നേത്രപരിശോധന ക്യാമ്പും രക്തപരിശോധനയും നടത്തി. ക്യാമ്പ് സംഘടിപ്പിച്ചത് കത്തോലിക്ക കോൺഗ്രസിന്റെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും DDRC തൃശൂർ ലാബിന്റെയും നേതൃത്വത്തിൽ. ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിശാഖപട്ടണത്ത് കോർബ എക്സ്പ്രസിൽ തീപിടുത്തം. 3 AC കോച്ചുകളിലാണ് തീ പടർന്നത്. ആളപായമില്ല. ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലെത്തിയതിന് പിന്നാലെയായിരുന്നു തീപിടുത്തം. യാത്രക്കാരെ ഉടൻ ഒഴിപ്പിച്ചു. തൃശൂർ കേച്ചേരി ചിറനല്ലൂരിൽ വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പട്ടിക്കര സ്വദേശി ശിവൻ. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ പാവറട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വർഷങ്ങൾക്കു ശേഷം എന്ന പേരിട്ട കൂട്ടായ്മയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. തിരുവനന്തപുരം വിതുര പൊന്മുടി റോഡിൽ മരം വീണ് 3 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആളപായമില്ല. വിതുര ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ മാളയിൽ മൊബൈൽ ടവറിന്റെ എർത്ത് കേബിളുകൾ മോഷ്ടിച്ചയാൾ അറസ്റ്റിലായത് ആളൂർ സ്വദേശി ജോജോ. പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മോഷണം നടത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ബാഗും കണ്ടെത്തി. തിരുവനന്തപുരം പാറശാലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് കടവരാന്തയിൽ നിന്ന്. മരിച്ചത് 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന മധ്യവയസ്കനെന്ന് സൂചന. പാറശാല പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊല്ലം കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആവശ്യ സാധനങ്ങൾ കൈമാറി. ശാസ്താംകോട്ടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഫ്ളാഗ് ഓഫ് ചെയ്തു. താലൂക്ക് സെക്രട്ടറി ഹരികുമാർ, ചെയർമാൻ രാഘവൻ, അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ മണലൂർ നിയോജകമണ്ഡലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. MLA മുരളി പെരുന്നെല്ലി അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 25,000 രൂപ വീതം വില്ലേജ് ഓഫീസർമാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. ആറ്റിങ്ങൽ MLA OS അംബികയുടെ മകൻ വിനീത് ബൈക്ക് അപകടത്തിൽ മരിച്ചു. ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്തിന് സമീപം എതിരെ വന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. വിനീതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുപ്രസിദ്ധ മോഷ്ടാവ് ഭണ്ഡാരം സജീഷിനെ ഗുരുവായൂർ പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടി. തമ്പുരാംപടി ആലിക്കൽ ബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്.